നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും സമകാലികത്തിലേക്ക് സ്വാഗതം. ആട് മാഞ്ചിയം തേക്ക് ടോട്ടൽ ഫോർ യു തട്ടിപ്പിന് ശേഷം മലയാളികൾ ഇപ്പോൾ വ്യാപകമായി ഉൾപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഓൺലൈൻ തട്ടിപ്പ് അല്ലെങ്കിൽ സൈബർ മേഖലയിലെ തട്ടിപ്പുകൾ. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 500 കോടിയോളം രൂപയാണ് മലയാളികൾക്ക് ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടത് എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ കണക്കുകൾ നിരത്തി പറഞ്ഞിരിക്കുന്നത്. പ്രബുദ്ധതയിലും സാക്ഷരതയിലും ഏറെ മുന്നിൽ നിൽക്കുന്ന മലയാളിയാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ ഒന്നിനു പിറകെ ഒന്നായി വീണുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പെരുകുന്ന സൈബർ തട്ടിപ്പുകൾ എന്ന വിഷയം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എനിക്കൊപ്പം 5 അതിഥികൾ കൂടി പങ്കുചേരുകയാണ്. ശ്രീ സെയ്ദ് ഷിയാദ് മിർസ, അദ്ദേഹം ടെക്നോളജി റൈറ്ററാണ്. ശ്രീ റജി വസന്ത് ബി.ജെ, ചെയർമാൻ മിബിസ് സൈബർ ഫോറൻസിക് ലബോറട്ടറി. അഡ്വക്കേറ്റ് ഡോക്ടർ അനീഷ് വി പിള്ള, അദ്ദേഹം അസിസ്റ്റന്റ് പ്രൊഫസർ, സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ്. ശ്രീമതി ധന്യ മേനോൻ, സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്ററാണ്. ഒപ്പം ശ്രീ അരുൺകുമാർ, അദ്ദേഹം സൈബർ ഓപ്പറേഷൻസിൻ്റെ DYSP ആണ്. എല്ലാ മാന്യ അതിഥികൾക്കും ഒപ്പം പ്രേക്ഷകർക്കും ഈ ചർച്ചയിലേക്ക് റജി വസന്ത് വിജയിലേക്ക് പോകുന്നു. അദ്ദേഹം മിബിസ് സൈബർ ഫോറൻസിക് ലബോറട്ടറിയുടെ ചെയർമാനാണ്. ആദ്യം തന്നെ ചോദിക്കട്ടെ ശ്രീ റജി വസന്ത്, പലപ്പോഴും പ്രേക്ഷകർക്ക് അത്ര പരിചയമില്ലാത്ത ഒന്നായിരിക്കും ഈ ഒരു സൈബർ ഫോറൻസിക് ലബോറട്ടറി എന്ന് പറയുന്നത്. നിങ്ങളുടെ ഈ ഒരു വിഭാഗത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത്? ട്രിവാൻഡ്രം ബേസ് ചെയ്ത സൈബർ ഫോറൻസിക്സിൻ്റെ ഒരു ലാബ് സെറ്റ് ആയിട്ടുണ്ട്. ബേസിക്കലി നമ്മൾ നടത്തുന്നത് സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് കൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ, അതല്ലാതെ വരുന്ന പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷനാണ് ഫസ്റ്റ് ഫേസായിട്ട് നടക്കുന്നത്. ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ സിറ്റിസൺ ക്യാൻ അപ്രോച്ച് അവർ ലാബ്. നമ്മളെ ലാബിൽ വരികയും അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ക്രിട്ടിക്കലായിട്ട് അത് അനാലിസിസ് ചെയ്ത് അവർക്ക് ആദ്യം പ്രിലിമിനറി സജഷൻസ് കൊടുക്കുന്നു. അതിനെ തുടർന്ന് തന്നെ നമ്മൾ ഓരോ കേസിനും ഓരോ പാറ്റേൺ ഉണ്ട്. ഇപ്പം ചില കേസസ് എന്ന് പറയുമ്പോൾ ചിലപ്പം സൈബർ ഫോറൻസിക് ബേസിക്കലി എവിഡൻസ് ട്രേസിംഗ് ആണ് കൂടുതലും. നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പ്രിലിമിനറി ഫേസാണ്, എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്നത് പ്രിവെൻഷനും നമ്മൾ ഗൈഡ് ചെയ്യുന്നുണ്ട്. അതേ ടൈമിൽ ഫർദറായിട്ട് ഇത് എങ്ങനെയാണ് അതിൻ്റെ ഒരു എവിഡൻസിലോട്ട് ഇത് എങ്ങനെ ട്രേസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹാർഡ് ഡിസ്കിലാണ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഡ്മിസിബിലിറ്റി ഓഫ് ഇലക്ട്രോണിക് എവിഡൻസ് എങ്ങനെ കോർട്ട് ഓഫ് ലോയിൽ എത്തിക്കാൻ പറ്റും, എത്ര പെട്ടെന്ന് അവർക്കത് എങ്ങനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഹാർഡ് ഡിസ്ക് ആവട്ടെ, ഒരു മെമ്മറി കാർഡ് ആവട്ടെ, ഒരു USB ആവട്ടെ, ഇപ്പം മൊബൈൽ ആൻഡ്രോയിഡോ iOSോ അതിൽ വരുന്ന വ്യത്യാസം, കോൾ ഡേറ്റ റെക്കോർഡ് അനാലിസിസ്, മൾട്ടിമീഡിയ ഫോറൻസിക്സ്, അങ്ങനെ നെറ്റ്വർക്ക്, അങ്ങനെ ഒരു വലിയൊരു ഏരിയ തന്നെ ഉണ്ട്. അതിൻ്റെ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ നമ്മളെ ലാബിൽ ചെയ്ത് കൊടുത്ത് അത് അഡ്മിസിബിലിറ്റി ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് അത് ചെയ്ത് കൊടുക്കുന്ന പ്രൊസീജിയറാണ് നമ്മളവിടെ ചെയ്തിട്ടുള്ളത് ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഇതിൽ 2 കാര്യമുണ്ട്. എനിക്ക് ആദ്യം പറഞ്ഞത് പ്രിലിമിനറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ഇന്ന സജഷൻസ് കൊടുക്കുമ്പോൾ നമ്മളെ ജനങ്ങളെ എംപവർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. പക്ഷേ അതേസമയം തന്നെ മെയിനായിട്ട് ഇത് FIR എന്ന് പറയുന്ന ഇതിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു ലെങ്തി ലീഗൽ പ്രൊസീജിയർ, ഒരു വലിയൊരു പ്രോസസ്സാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ജനങ്ങൾ ഭൂരിഭാഗം ആൾക്കാരും ഇത് എന്തിന് കോടതി ലിറ്റിഗേഷൻ അതിനു വേണ്ടി പോകുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടും കൂടുതലും സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷനിൽ കാണുന്നുണ്ട്. നമ്മൾ നോർമലായി നമ്മൾ നോക്കാൻ പറ്റും, ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ആ ക്രൈമിൽ നിന്ന് ഒരു ജഡ്ജ്മെൻറ്റ് വാങ്ങിക്കുന്ന കാലയളവ് എന്ന് പറയുന്നത് വളരെ കാലം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നു കൺവിക്ഷൻ റേഷ്യോ എന്ന് പറയും. നമ്മളിപ്പം പുതിയ ഭാരതീയ ന്യായ സംഹിത, അങ്ങനെ 3 നിയമങ്ങൾ ജൂലൈ 1 തൊട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് നിയമം വന്നാലും അതിൻ്റെ മെയിൻ പ്രൈമ ഫേസി ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു കൺവിക്ഷൻ റേഷ്യോ കൂട്ടുക എന്നുള്ളതാണ്. പക്ഷേ നമ്മളിവിടെ പറയുന്ന ഒരു സൈബർ ക്രൈം എന്ന് പറഞ്ഞിട്ട് ഒരു സൈബർ ക്രൈം വിക്ടിമിന് ഒരു റിലീഫ് കിട്ടുമ്പോൾ ഇത്രയും പ്രൊസീജിയർ ചെയ്തെടുക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുന്നത് നമ്മൾ കോടതി കയറി ഇത് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി അവരുടെ സമയം കളയുന്നതിനെക്കാട്ടി എത്രയും നല്ലതാണ് മിണ്ടായിരിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് പ്രിലിമിനറി FIR എടുക്കാൻ പോലും വലിയ ഇത് ഇല്ലത്. ശ്രീ റജി വസന്ത്, മറ്റൊരു കാര്യം നമുക്ക് വാർത്തയിലൂടെ നമ്മൾ അറിയുന്നതും സ്ത്രീകളാണ് കൂടുതലും ഇതിൽ ബലിയാടുകളാകുന്നത് എന്നാണ്. പിന്നെ അതോടൊപ്പം തന്നെ തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാരും ഒപ്പം സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരും. എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് ഇങ്ങനൊരു ആൾക്കാരിലേക്ക്, ഈ ഒരു വിഭാഗത്തിലേക്ക് ടാർഗറ്റ് ചെയ്യാൻ അവർക്ക് ആകുന്നത്? എന്തുകൊണ്ടാണ് ഇവർ എത്ര പെട്ടെന്ന് ഇതിലേക്ക് വഴുതി വീഴുന്നത്? നമ്മളിതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോയിന്റിലോട്ടാണ് വരുന്നത്. ഒന്ന് ബേസിക്
നോളജ് ഇതിനെക്കുറിച്ചുള്ള ബേസിക് അതിനിപ്പോൾ നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ട്രെയിനിങ് കൊടുക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ അതൊക്കെ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം അത് 0.001% മാത്രമേ അത് എത്തിക്കാൻ കഴിയുന്നുള്ളൂ. നമ്മൾ 20-25 വർഷം മുമ്പ് നമ്മളൊരു ലിറ്ററസിയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരളം 100% ലിറ്ററസിയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ട ഗ്രാസ് റൂട്ട് ലെവലിൽ എംപവർമെൻറ്റിന് വേണ്ടി പല ഇന്ത്യയിൽ തന്നെ നല്ലൊരു മാതൃകയാണ് കേരള മോഡൽ എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം ഇപ്പം നമ്മൾ 25 വർഷത്തോളമായി IT റെവല്യൂഷൻ തുടങ്ങിയിട്ട്, ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിയിട്ട്. അപ്പം ഇത് നമ്മൾ അതിനെ പല ക്ലസ്റ്ററായിട്ട് തിരിച്ച് അവരെ ഗ്രാസ് റൂട്ട് ലെവലിൽ എംപവർ ചെയ്താൽ മാത്രമേ ഇതിൽ നിന്നൊരു പ്രതിനിധിയുള്ളൂ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഞാൻ പറയുന്ന ഇതേ കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിലോട്ട് പിന്നെയും വന്ന് കണക്ട് ചെയ്യുകയാണ്. അവർ ഈ ഒരു സൈബർ ക്രൈം നടന്ന ഇത്രയും കാലയളവ് എടുക്കുന്നുണ്ട്. അതൊരു വലിയ കാലയളവ്. അതുകൊണ്ട് ഇത് ഇനി നമ്മളെ സൊസൈറ്റി അടുത്തൊരു ഡെക്കേഡിലോ അടുത്ത വരുന്ന വർഷങ്ങളിലോ നേരിടാൻ പോകുന്ന വലിയൊരു ത്രെട്ടായിരിക്കും സൈബർ ക്രൈം എന്ന് പറയുന്നത്. അതിന് മുന്നൊരുക്കങ്ങൾ നമ്മൾ പറയും, നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വളരെ നല്ലതാണെന്ന് പറയും. ഞാൻ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതല്ല, എന്നാലും വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞത്, നമ്മൾ പല ക്ലസ്റ്റേഴ്സായിട്ട് തിരിച്ച് ഇത് അക്കാഡമിക് പേഴ്സ്പെക്റ്റീവ് സ്കൂൾ തലങ്ങൾ തൊട്ട് ഓരോരുത്തരെയും നമ്മൾ അതിൻ്റെ പ്രോസും കോൺസും എന്താണ് അതെന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നാൽ മാത്രം നമുക്കൊരു പരിധി വരെ ഇൻഫർമേഷൻ അവരിൽ എത്തിക്കാൻ പറ്റും. പിന്നെ അതൊരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ജോലിയായിട്ട് ഒതുങ്ങല്ലെന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ അതിന് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുക്കണം. പിന്നെ രണ്ടാമത് ഞാൻ പറയുന്നത്, നമ്മളെ കോടതികൾ തന്നെ പണ്ടത് നമ്മൾ എത്രയോ കോടിക്കണക്കിന് കേസസാണ് ഇന്ത്യയിൽ കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സൈബർ ക്രൈം കേസസ് കൂടെ വന്നു കഴിഞ്ഞാൽ യു കനോട്ട് ഇമാജിൻ എന്താണ് നമ്മളെ നാട് അടുത്ത 10 വർഷം നേരിടാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റേതായ ഒരു സജഷൻ പല വേദികളിലും പറയാറുണ്ട്. സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഫാസ്റ്റ് ട്രാക്ക് റോഡ്സ് കൊണ്ടുവന്നാൽ ഇത് വളരെയധികം പെട്ടെന്ന് റിലീഫ് കിട്ടും. നമ്മൾ നേരത്തെയും പറഞ്ഞു, നമ്മൾ എങ്ങനെയാണ് ഒരു കേസ് അന്വേഷിച്ച് അതിൻ്റെ കൺവിക്ഷന് എത്തിക്കുക. ഇപ്പം മേജർ നമ്പർ ഓഫ് കേസസ് കൺവിക്റ്റഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്രൈമിനെ നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റും. ഇത് ഒരുമിച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളിപ്പം പറയും നമുക്ക് തന്നെ പോക്സോ കേസസിന് സെപ്പറേറ്റ് ഫാസ്റ്റ് അങ്ങനെയുള്ള കോഡ്സ് ഉണ്ട്. അപ്പോൾ അത് കണക്കുള്ള ആ ഒരു പ്രൊസീജിയറാണ്. നമുക്ക് നിയമങ്ങൾക്ക് ഒരു പഞ്ചവുമില്ല. നേരത്തെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ പറഞ്ഞ കണക്ക് നിയമത്തിലൊരു പഞ്ചവുമില്ല. അത് എങ്ങനെ കൊണ്ടുവന്ന് എങ്ങനെ റിസൾട്ട് ഉണ്ടാക്കുമെന്നുള്ളതാണ്. പിന്നെ ഞാനൊരു പ്രൈവറ്റ് ഫോറൻസിക് ലാബിൻ്റെ വക്താവാണെങ്കിൽ പോലും ഇതിൻ്റെ മേജർ പോർഷനും ഗവൺമെൻറ്റാണ്. ഇപ്പോൾ CM പറഞ്ഞു ഇത്രയും ഇത്രയും ക്രൈം റേഷ്യോ ഇവിടെ ഇൻക്രീസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞ കണക്ക് ഈ അക്കാഡമിക് പെർസ്പെക്റ്റീവിൽ എല്ലാ മേഖലകളിലും, അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല ചുമതലയല്ല, കേരളത്തിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ചുമതലയാണ്. അപ്പം അവർക്ക് ബേസിക്കലി IT ലിറ്ററസി എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്രൈം റേറ്റ് താനേ കുറയും. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടത് കൊണ്ടൊന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, ഫാസ്റ്റ് ട്രാക്ക് കോർട്ടിലൂടെ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളൊരു പോലീസ് 100 കേസ് അന്വേഷിച്ചാൽ അത് അവസാനം പ്രോസിക്യൂഷനിൽ പോയി ഡിഫൻസ് നല്ല ലോയർ ആണെങ്കിൽ അവസാനം റിസൾട്ട് കിട്ടുമ്പോൾ കൺവിക്ഷൻ എത്ര % വരുമെന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ മുമ്പ് തന്നെയുണ്ട്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെയും സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെയും റെക്കോർഡ്സ് എടുത്ത് നോക്കി അറിയാൻ പറ്റും സൈബർ ക്രൈമും നോർമൽ ക്രൈമും തമ്മിലുള്ള വ്യത്യാസത്തിലുള്ള വേരിയേഷൻ. നമുക്ക് അന്വേഷിക്കാൻ നേരത്തെ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞ കണക്ക് നമുക്കതിനുള്ള ആഡിക്വേറ്റ് റിസോഴ്സസും ടൂൾസും ഇൻവെസ്റ്റിഗേറ്റീവ് ടാലൻസും എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് കേസ് അന്വേഷിക്കാൻ പറ്റും. പക്ഷേ അതിനെ നമ്മൾ താഴെ തട്ടിലോട്ട് എത്തിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു വേയിലൂടെ പോയില്ലെങ്കിൽ കേരളം കാണാൻ പോകുന്ന വലിയൊരു ത്രെട്ടായിരിക്കും. ഇതൊരു 500 കോടി രൂപയോ 1000 കോടി രൂപയോ ത്രെട്ടല്ല. ബിക്കോസ് ക്രൈം നടത്തുന്നവർ ക്രൈം നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതിനെ നമ്മളൊരു കർവ് ഇടണമെങ്കിൽ ഇത് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇതിനൊരു സൊല്യൂഷൻ കൊണ്ടുവന്നാലേ പറ്റത്തുള്ളൂ. റജീവ് വസന്ത്, നമ്മളിപ്പോൾ മുൻപ് ഈ തട്ടിപ്പ് സംഘങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത് ഈ ജാർഖണ്ഡ് പോലുള്ള മേഖലകളിലായിരുന്നു. ഇപ്പോൾ രാജസ്ഥാൻ, ഹരിയാന എന്നീ പ്രദേശങ്ങളിൽ നിന്നാണ് കൂടുതലും ഇതുപോലെ തട്ടിപ്പ് സംഘങ്ങൾ മലയാളികളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. ഈ ജോഗ്രഫി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കണക്ഷൻസ് അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത കാണുന്നുണ്ടോ?
അത് മെയിൻലി നമ്മൾ നോക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ മെയിൻലി ഒന്ന് ടെറിട്ടോറിയൽ ആൻഡ് എക്സ്ട്രാ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന ഒരു മേജർ ഫാക്ടറാണ്. അത് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന മേ ബി നമ്മൾ പറയില്ലേ, നമ്മൾ ഇന്ത്യ ഒരു ഇത്രയും സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിൽ പോലും ഓരോയിടത്തും ഓരോ ഇതാണ് അവരുടെ പ്രൊസീജിയർ. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് മറ്റുള്ള സ്റ്റേറ്റിനെ കമ്പയറിൽ വളരെ അഡ്വാൻസ്ഡ് ആണ്. അവരെ ഞാൻ കുറ്റം പറയുന്നതല്ല. പക്ഷേ പല കേസസും ഓരോ പല സ്റ്റേറ്റ്സിലും വരുമ്പോൾ എൻ്റെ അടുത്ത് പല സ്റ്റേറ്റിൽ നിന്നും ആൾക്കാർ വരാറുണ്ട്. അപ്പം അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മളെ സ്റ്റേറ്റിൻ്റെ പോലീസിൻ്റെ അത്ര എനർജറ്റിക് അല്ല അവിടുത്തെ സ്റ്റേറ്റിൻ്റെ ഉള്ളത്. അവിടെ ഇപ്പോഴും വളരെ പരിതാപകരമാണ് ഓരോ സ്റ്റേറ്റിലെയും അവസ്ഥ ഇന്ത്യയിൽ. അപ്പം ഒരു സൈഡ് നമ്മൾ രണ്ട് സൈഡ് നോക്കണം. അതിലൊന്നെന്ന് പറയുന്നത് അവിടെ നിന്ന് വരുന്ന അവർക്കതൊരു സേഫ് ഹാവനാണ്. മനസ്സിലായില്ല, ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി അവർക്കത് വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരെ ട്രാക്ക് ചെയ്തെടുത്ത് അത് വളരെ നമ്മൾ പറയും, നമ്മൾ ടെക്നോളജി വെച്ച് നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും ചില ടെറിട്ടോറിയൽ ഇപ്പം നമ്മൾ പറയുമ്പോൾ ക്ലൗഡിൽ കിടക്കുന്ന ഡേറ്റ നമ്മൾ നേരത്തെ പറഞ്ഞു, പല ആപ്പും കിടക്കുന്ന ചിലപ്പം ചൈനയിലോ ഹോങ്കോങ്ങിലോ ബംഗ്ലാദേശിലോ ഇല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും. ഇതോ ഞാൻ വായിക്കാൻ പറ്റിയത് നമ്മുടെ ഇവിടെ RCCയിൽ നടന്ന ഇടയ്ക്ക് ഒരു ന്യൂസ് വന്നു, റഷ്യയോ ഇല്ലെങ്കിൽ ഉക്രൈൻ്റെ അടുത്തോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്ന പല ഭാഗങ്ങളിൽ കിടക്കുമ്പോൾ അതിനെ കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. അപ്പം ക്രൈം കമ്മിറ്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇത്രയും അപ്പം ഇവർക്ക് എടുക്കേണ്ടി വരുന്ന ചിലപ്പോൾ ഇൻ്റർപോളിൻ്റെയോ ഇല്ലെങ്കിൽ അത് കണക്കുള്ള ഏജൻസിയുടെ സപ്പോർട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഇപ്പം അങ്ങനെ ഒരു എക്സ്ട്രാ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ വരുന്ന കേസ് വളരെയധികം ചലഞ്ചിങ് ആണ്. കഴിഞ്ഞ തവണ മൊബൈൽ ആപ്പിൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പോഴും ഞാൻ ഇതേ കാര്യമാണ് പ്രസൻറ്റ് ചെയ്തത്. അത് ഇങ്ങനെ വരുന്ന കേസസ് ഇപ്പം ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ചലഞ്ചിങ് ആണ്. അതുകൊണ്ട് അവർ ഇങ്ങനെയുള്ള സേഫ് ഹെവൻസ് കൂടുതലും ഇതിനു വേണ്ടി യൂസ് ചെയ്യും. അപ്പം അത് നമ്മളാണ് കുറച്ചുകൂടെ എപ്പോഴും ഈ കഴിഞ്ഞ ഡിസ്കഷനിൽ പറഞ്ഞ കണക്ക് നമ്മൾ തന്നെ കൂടുതലും വിജിലൻ്റ് ആയിരിക്കണം. ശരി. ഏതെങ്കിലും തട്ടിപ്പുകൾക്ക് ഇരയായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ കണ്ട് ഇത് കേസുമായി മുന്നോട്ട് പോയി അതിന് പ്രതികളെ പിടിക്കുകയോ പിടിക്കാതിരിക്കുകയോ ചെയ്യുന്നതിനേക്കാളും തീർച്ചയായിട്ടും ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്നത് സ്വയം നമ്മൾ എടുക്കുന്ന ഒരു അച്ചടക്കവും അതുപോലെ ഉത്തരവാദിത്വ ബോധവുമാണ്. അത്തരത്തിലുള്ള ഒരു നിലപാട് ഓരോരുത്തരും കാത്തു സൂക്ഷിച്ചാൽ ഒരു വലിയ പരിധിവരെ ഇത്തരം തട്ടിപ്പിലേക്ക് പോകാതിരിക്കാൻ, വഴുതി വീഴാതിരിക്കാൻ നമുക്ക് തന്നെ സാധിക്കും. ഈ ചർച്ച ഇങ്ങനെ ഒരു കൺക്ലൂഷനിലാണ് ഈ ചർച്ച എത്തിയത്. ചർച്ചയിൽ പങ്കെടുത്ത സെയ്ദ് ഷിയാദ് മിർസ, ശ്രീ റജീവ് ഹസൻ, അഡ്വക്കേറ്റ് ഡോക്ടർ അനീഷ് വിപിള്ള, ശ്രീമതി ധന്യ മേനോൻ, ഒപ്പം ശ്രീ അരുൺകുമാർ, എല്ലാവർക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്കാരം.